ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നെൽകൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേനൽക്കാലത്ത് നെൽകൃഷിക്ക് കൊടുക്കുന്ന വളവും അതിൻ്റെ പരിചരണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വായോ വീഡിയോയിലേക്ക്. വേനൽക്കാലത്ത് പുഞ്ചകൃഷി നെൽകൃഷിക്ക് പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കണം. വളപ്രയോഗമായാലും ഈ സമയത്ത് ജലലഭ്യത കുറവായതിനാൽ ചൂട് കൂടുതലായതിനാലും വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുണനിലവാരം വേണം വളം നൽകാൻ. പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത് നിലം ഒരുക്കുമ്പോൾ തന്നെ സെൻറ്റിന് 50 കിലോഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കും. കൂടാതെ കുമ്മായം സെൻറ്റിന് 2 കിലോ ചേർക്കുന്നത് അമ്ലഗുണം കുറയ്ക്കാൻ സഹായിക്കുന്നു. രാസവളമായിട്ട് കൊടുക്കുന്നത് യൂറിയയും പൊട്ടാഷുമാണ് കൊടുക്കാറുള്ളത്. നെല്ല് പൊട്ടാഷാണെങ്കിൽ നെല്ല് കതിര് വരുന്ന സമയത്താണ് പൊട്ടാഷ് നൽകുന്നത്. മണികൾക്ക് തൂക്കം ലഭിക്കാനും ചൂടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. യൂറിയ 15-20 ദിവസത്തിന് ശേഷവും 40-45 ദിവസവും നൽകാവുന്നതാണ്. കതിരിടുന്ന സമയം നെല്ല് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴും കതിരിടുമ്പോഴും പാടത്ത് 3-5 സെൻറ്റിമീറ്റർ വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് കളകൾ വേഗത്തിൽ വളരാൻ സാധ്യതയുണ്ട്. അതിനാൽ വിതച്ച് 15-20 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ കള പറിച്ചു കളയണം. കൂടുതൽ കളകളുണ്ടെങ്കിൽ അംഗീകൃത കളനാശിനികൾ കൃത്യമായ അളവിൽ ഉപയോഗിക്കാം. മണ്ണിൻ്റെ പരിശോധന നടത്തി അതിനനുസരിച്ച് വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കാനും വിളവ് കൂട്ടാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ യന്ത്രവൽകൃത കൃഷിയുണ്ട്, കരനെൽ കൃഷിയുണ്ട്. യന്ത്രവൽകൃത കൃഷി എന്ന് പറഞ്ഞാൽ ഞാറ് നടുന്നതിന് വിളവെടുക്കുന്നതിനും ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനാണ്. അധ്വാനവും ചിലവും കുറയ്ക്കാൻ സഹായിക്കുന്നു. പരിമിതിയുള്ളവർക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നെൽകൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉപയോഗം പകുതിയായി കുറച്ച് ചെടികൾക്കിടയിൽ കൃത്യമായി അകലം പാലിച്ച് ചെയ്യുന്ന രീതിയാണിത്. ഇതിൽ വിത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ
വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, പിന്നെ കാണാം.